അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. കുല്ലു മൻ അലൈഹാ ഫാൻ. ഇവിടെയുള്ളതെല്ലാം നശിക്കുന്നതാണ്. ഈ ഭൗതികമായ ജീവിതം നൈമിഷികമായിട്ടുള്ള ജീവിതമാണ്. ഇവിടുത്തെ സുഖാസ്വാദങ്ങളെല്ലാം, ഇവിടുത്തെ ആഡംബര ജീവിതങ്ങളെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഉള്ളതാണ്. അതുകൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളമായി അധ്വാനിക്കുക. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. ഈ ദുനിയാവ് എന്നുള്ളത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഈ ഭൗതികമായ ജീവിതത്തിൽ നാം തെങ്ങ്, വാഴ, കമുക് ഇവകളെല്ലാം നാം കൃഷി ചെയ്യാറ്. അതേപോലെ പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം സൽക്കർമ്മങ്ങളും സ്വതക്കകളും നോമ്പുകളും സുന്നത്ത് നിസ്കാരങ്ങളും ദിക്റുകളുമെല്ലാം ചെയ്തുകൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം അധ്വാനിക്കുവാൻ നാം ശ്രമിക്കുക. അങ്ങനെ നാം ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ഇലൽ മദീന മിനൽ മദീന നറൽ മദീന. മദീനയുടെ രാജാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണമെന്നുള്ള ബോധം നമുക്കുണ്ടാവുക. അതുകൊണ്ട് നാം അത്തിഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുക. റജബുൻ ഷഹറുല്ലാഹ് വ ശഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി. റജബ് അള്ളാഹുവിൻ്റെ മാസമാണുവെന്നും വിശുദ്ധമായ ശഅബാൻ മാസം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് എന്നും പുണ്യമായ റമളാൻ മാസം എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നുമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, അതുകൊണ്ട് നാം ഈ റജബ് മാസത്തിൽ വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളൊരു കാര്യമാണ് അസ്സലാത്തു ലി അവ്വലി വക്തിഹാ, നിസ്കാരം അതിൻ്റെ ആദ്യ വക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, ആ നിസ്കാരത്തിൻ്റെ വാർഷികവുമാണ് ഈ റജബ് മാസം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജ് ഉണ്ടായത് ഈ റജബ് മാസത്തിലാണ്. അങ്ങനെ അള്ളാഹുവിനെ നേരിട്ട് കാണുകയും ഉണ്ടായി. മൂസാ നബി അലൈഹി ഇസ്ലാമിന് പോലും അള്ളാഹുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നാം ഈ റജബ് മാസത്തിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുകയും ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.